ശിവപ്രീതിക്കായി നമുക്കെടുക്കാൻ സാധിക്കുന്ന മഹാവ്രതമാണ് ശിവരാത്രി വ്രതം. കുടുംബൈശ്വര്യം, ആരോഗ്യം, ഉത്തമ പങ്കാളി, ഉത്തമ സന്താനങ്ങൾ എന്നിങ്ങനെ ശിവരാത്രി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതിന്റെ ഗുണങ്ങൾ ഏറെയാണ്. ശിവരാത്രിയിലെ ഒരു ദിവസത്തെ വ്രതം കൊണ്ട് മാത്രം വർഷം മുഴുവനും ശിവനെ പൂജിച്ചതിന്റെ ഫലം ലഭിക്കുന്നു. ശിവരാത്രി വ്രതമെടുക്കുന്ന ഭക്തരുടെ സകല ദുരിതങ്ങളും സർവേശ്വരൻ അകറ്റുമെന്നാണ് ശിവഭക്തർ വിശ്വസിച്ചു പോരുന്നത്. ഗുരുശാപം, സ്ത്രീശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം മൂലം ഇല്ലാതാകുമത്രേ. ഇതൊക്കെയാണെങ്കിലും ശിവരാത്രിക്ക് എങ്ങനെ വ്രതമെടുക്കണമെന്നുള്ള കാര്യത്തിൽ ഇന്നും പലർക്കും തെറ്റായ ധാരണകളാണുള്ളത്. രാത്രി ഉറങ്ങാതിരുന്നാൽ മാത്രം വ്രതം അനുഷ്ഠിച്ചുവെന്ന് കരുതുന്നവരാണ് ഏറെയും. ഉറങ്ങാതിരുന്ന് ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിൽ കയറി 2-3 സിനിമ കാണുകയോ സോഷ്യൽ മീഡിയയിലോ ടിവിക്ക് മുന്നിലോ ഒക്കെ സമയം ചെലവഴിക്കുകയോ ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങൾ നടക്കുന്ന ഉത്സവങ്ങളിൽ പങ്കെടുത്ത് കോമഡി ഷോയോ ഗാനമേളയോ നാടകങ്ങളോ കണ്ടിരുന്നാലോ ഒക്കെ ശിവരാത്രി വ്രതമായി എന്ന് കരുതുന്നവരാണ് പലരും. എന്നാൽ അതുകൊണ്ട് ശിവരാത്രി വ്രതത്തിന്റെ പ്രയോജനം ലഭിക്കുമോ? അതറിയണമെങ്കിൽ ആദ്യം ശിവരാത്രി എന്തെന്നറിയണം. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ഒന്നിലേറെ കഥകൾ പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കഥ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടതാണ്. ദേവന്മാരും അസുരന്മാരും പാലാഴി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ പാർവതീദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയും വിഷം വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതീദേവി ഉറക്കമുളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി. അതുകൊണ്ട് തന്നെ ശിവരാത്രി വ്രതമെടുക്കുന്നവർ ഉറക്കമുളച്ചിരുന്ന് രാത്രി മുഴുവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒന്ന്. പാർവതീദേവി പരമശിവനു വേണ്ടി മനമുരുകി പ്രാർത്ഥിച്ചതുപോലെ വ്രതമെടുക്കുന്നവരുടെ പ്രാർത്ഥനയും ശക്തവും ഏകാഗ്രവുമായിരിക്കണം. പഞ്ചാക്ഷരി മന്ത്രം, ശിവസ്തോത്രങ്ങൾ, കീർത്തനങ്ങൾ, ഭജനകൾ എന്നിവ ആലപിച്ച് മനസ്സിനെ ഭക്തിസാന്ദ്രമാക്കി നിലനിർത്തേണ്ടതുണ്ട്. ശിവരാത്രി വ്രതം 2 രീതിയിൽ എടുക്കാവുന്നതാണ്. പൂർണ്ണ ഉപവാസമായോ അല്ലെങ്കിൽ ഒരിക്കൽ ഉപവാസമായോ വ്രതം അനുഷ്ഠിക്കാം. ആരോഗ്യസ്ഥിതി അനുകൂലമായവർക്ക് പൂർണ്ണ ഉപവാസവും അല്ലാത്തവർക്ക് ഒരിക്കൽ വ്രതവും നോൽക്കാവുന്നതാണ് എന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ വ്രതം നോൽക്കുന്നവർക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാം. അത് ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യമാകുന്നതാണ് ഏറ്റവും ഉത്തമം. വയർ നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. രാത്രിയോ പകലോ ഉറക്കം പാടില്ല. വ്രതമെടുക്കുന്നവർ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കണം. ക്ഷേത്ര ദർശനത്തിന് സാധിക്കാത്തവർക്ക് തലേ ദിവസം തന്നെ കഴുകി ശുദ്ധി വരുത്തിയ വീട്ടിലിരുന്ന് ശിവനെ ഭജിക്കാവുന്നതാണ്. അന്നേ ദിവസം ശിവപുരാണം, ശിവസഹസ്രനാമം, അഷ്ടോത്തര ശതനാമ സ്തോത്രം, ശിവപഞ്ചാക്ഷരി സ്തോത്രം, ലിംഗാഷ്ടകം മുതലായ ശിവസ്തോത്രങ്ങൾ പാരായണം ചെയ്യുന്നതും ഉത്തമമെന്ന് പറയപ്പെടുന്നു. ശിവരാത്രി ദിനത്തിൽ വൈകിട്ട് ക്ഷേത്രത്തിൽ ശിവന് അഭിഷേകം ചെയ്ത പാലോ നിവേദിച്ച കരിക്കോ കുടിക്കാവുന്നതാണ്. പൂർണ്ണ ഉപവാസം നോൽക്കുന്നവർ വ്രതം തീരുന്നതുവരെ ജലപാനം പാടില്ല. വ്രതമനുഷ്ഠിക്കുന്നവർ പകൽ ഉറങ്ങരുത്. ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്നും തീർത്ഥം പാനം ചെയ്ത് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാം. ശിവരാത്രിക്ക് ശിവക്ഷേത്രങ്ങളിൽ ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും അതീവ വിശിഷ്ടമായി കരുതിപ്പോരുന്നു. ശിവരാത്രിയുടെ അന്നും തലേന്ന് പ്രദോഷത്തിന്റെ അന്നും കൂവളത്തില പറിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട്. നേരത്തെ പറിച്ച് വെള്ളം തളിച്ച് സൂക്ഷിക്കണമത്രേ. കൂവളത്തില വാടിയാലും അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയില്ല എന്നതാണ് പൊതുവെയുള്ള വിശ്വാസം. ശിവന് പിൻവിളക്ക്, ജലധാര, അഭിഷേകം എന്നിവയും സമർപ്പിക്കാവുന്നതാണ്. ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദാമ്പത്യ ദുരിതദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ ഐക്യമത്യ സൂക്ത അർച്ചനയോ നടത്തുക. വിവാഹ തടസ്സം മാറാൻ സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക എന്നിവയും പൊതുവെ ക്ഷേത്രങ്ങളിൽ ചെയ്തു വരുന്നുണ്ട്. ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയനപ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദക്ഷിണം നടത്തുകയും ചെയ്തു വരാറുണ്ട്. ശിവരാത്രി ദിനത്തിൽ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നതും ഉത്തമമായി കരുതപ്പെടുന്നു. ശിവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മംഗളകരം എന്നതാണ്. ശിവരാത്രി വ്രതമെടുക്കുന്ന ഓരോ ഭക്തർക്കും ഈ പ്രപഞ്ചത്തിനും മംഗളം ഭവിക്കട്ടെ എന്ന് പരമശിവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇത്തവണത്തെ ശിവരാത്രി വ്രതമെടുക്കാം.